പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനം തുടങ്ങുക. ഇരു സഭകളെയും സംയുക്തമായി രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. നാളെ രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി സജീവ് സി വാര്യർ ചേരുന്നുണ്ട്. സജീവ്, രണ്ടാം മോദി സർക്കാരിന്റെ അവസാനത്തെ സമ്മേളനം, ഇടക്കാല ബജറ്റ് നാളെ അവതരിപ്പിക്കാൻ പോകുന്നു. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ഇന്ന് തുടങ്ങുന്ന ബജറ്റ് സമ്മേളനം 10 ദിവസമാണ് നീണ്ടു നിൽക്കുന്നത്. സമ്മേളനത്തിന് നാളെ 11 മണിക്കാണ് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുക. ബജറ്റിൽ ക്ഷേമ പദ്ധതികളുടെ പ്രതീക്ഷ വേണ്ട എന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ വലിയ തോതിലുള്ള പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നിയമ സാമ്പത്തിക വിദഗ്ധർ ഒക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും മോദി സർക്കാരിൻ്റെ അല്ലെങ്കിൽ കഴിഞ്ഞ 20 വർഷത്തെ ചരിത്രം എടുത്തു നോക്കിയാൽ ബജറ്റ് സമ്മേളനങ്ങളിൽ, അതായത് അവസാന ഇടക്കാല ബജറ്റുകളിലൊക്കെ തന്നെ സംഭവിച്ചിട്ടുള്ളത് ഇത്തരം പ്രതീക്ഷകൾ നൽകുന്ന പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു രീതി തന്നെയാണ് മോദി സർക്കാർ കുറെ കൂടി ഭംഗിയായി നടപ്പിലാക്കിയത്. മോദിയുടെ 2 സർക്കാരുകളുടെയും ഈ കഴിഞ്ഞ കാലത്തെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള കൃത്യമായ വാഗ്ദാനങ്ങൾ നൽകുകയും ആ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നു എന്ന് വ്യക്തമാക്കി ആളുകളെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുന്ന, ജനങ്ങളെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ് മോദി സർക്കാരിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പ്രതിപക്ഷം എത്രത്തോളം ദുർബലമാക്കാമെന്നുള്ള പ്രതിപക്ഷത്തെ എത്രത്തോളം ദുർബലമാക്കാമെന്നുള്ള ശ്രമം നടത്തുന്നതിനിടെ തന്നെ വരാനിരിക്കുന്ന പ്രത്യാരോപണങ്ങളെ ഉപയോഗിച്ച് തടുക്കുകയും ഒപ്പം പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുക എന്ന രീതി ഇപ്പോൾ BJP അവലംബിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കിസാൻ മോർച്ച അടക്കമുള്ള സംഘടനകൾക്ക്, പരിവാർ സംഘടനകൾക്ക് നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. പുതിയ പ്രഖ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഇത്തരം സംഘടനകൾ നടത്തുക. അതിൻ്റെ ഭാഗമായി കർഷകർ ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഇന്ന് മുതൽ തുടങ്ങുന്ന ഈ സമ്മേളനത്തിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നുമുണ്ട്. ആ തരത്തിൽ തൊഴിലില്ലായ്മ പ്രശ്നങ്ങൾ, അതുപോലെ വിദ്യാഭ്യാസ രംഗത്തെ അപജയം, അതുപോലെ മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന ആളുകളുടെ അവസ്ഥ. ഏകദേശം കഴിഞ്ഞ വർഷം 2022 കണക്കുകൾ പ്രകാരം 1 ലക്ഷത്തോളം പേർ അമേരിക്കയിലേക്ക് അനധികൃതമായി കടന്നു എന്ന കണക്ക് വരെയുണ്ട്. അത്തരത്തിലുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഇത്തരം കണക്കുകളെല്ലാം ലഭ്യമായ സാഹചര്യത്തിൽ രാജ്യത്ത് ജനങ്ങളെ കുറെ കൂടി ക്ഷേമപരമായ മുന്നോട്ട് നയിക്കാനുള്ള നീക്കം നടത്തും എന്നുള്ളതാണ്. 2027 ഇന്ത്യ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറും എന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നിലനിൽക്കെ അതിനെ ബോധിപ്പിക്കാനുള്ള, അതിനെ വ്യക്തമാക്കാനുള്ള ചില പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇരുസഭകളെയും 11 മണിയോടെ അഭിസംബോധന ചെയ്യും. അഭിലാഷ്, പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകുന്നു. രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാനത്തെ ബജറ്റ് സമ്മേളനമാണ് ആരംഭിക്കുന്നത്. ബീഹാറിന് പിന്നാലെ ജാർഖണ്ഡിലും രാഷ്ട്രീയ നീക്കങ്ങൾ സജീവം. മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരാകുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് യോഗങ്ങളടക്കം ചേരുന്നത്. ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇഡി സമൻസ് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹേമന്ത് സോറൻ ഇഡിക്ക് മുന്നിലേക്ക് എത്തുന്നത്. ചോദ്യം ചെയ്യലിനൊടുവിൽ ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. ഇതേ തുടർന്ന് ഇന്നലെ ഇന്ത്യ സഖ്യം MLA-മാർ മുഖ്യമന്ത്രിയുടെ വസതിയിൽ യോഗം ചേർന്നു. മുന്നണിയിലെ എല്ലാ MLA-മാരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഒറ്റക്കെട്ടായി ഹേമന്ത് സോറന് പിന്നിൽ നിൽക്കുമെന്നും BJP അധികാരത്തിൽ വരാൻ അനുവദിക്കില്ല എന്നും യോഗത്തിൽ MLA-മാർ ആഹ്വാനം ചെയ്തു. സോറനെ അറസ്റ്റ് ചെയ്താൽ പകരം ഭാര്യ കൽപ്പന സോറനെ മുഖ്യമന്ത്രി ആക്കാനാണ് നീക്കം. ഈ മാസം ആദ്യം തന്നെ ഗാന്ധി സീറ്റിലെ MLA സർഫറാസ് അഹമ്മദ് രാജിവെച്ചിരുന്നു. ഇത് കൽപ്പനയ്ക്ക് മത്സരിക്കാനുള്ള സീറ്റിനായാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ചണ്ഡീഗഡിൽ മേയർ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് ആരോപിച്ചുള്ള കോൺഗ്രസിന്റെയും AAP-യുടെയും ഹർജി ഇന്ന് ഹരിയാന, പഞ്ചാബ് ഹൈക്കോടതി പരിഗണിക്കും. AAP കോൺഗ്രസ് സഖ്യത്തിന്റെ വോട്ടുകളിൽ 8 എണ്ണം അസാധുവായതോടെയാണ് ചണ്ഡീഗഡിൽ BJPക്ക് ജയിക്കാനായത്. BJPയുടെ ഇടപെടലിനെ തുടർന്ന് പ്രിസൈഡിംഗ് ഓഫീസർ കൃത്രിമം കാട്ടിയെന്നാണ് ആരോപണം. ഹരിയാന, പഞ്ചാബ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് മേയർ തെരഞ്ഞെടുപ്പ് നടത്തിയത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്ന് അവസാനിക്കും. ചർച്ചയിലുടനീളം ഭരണപക്ഷം ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. സംസ്ഥാനത്തെ കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉന്നയിക്കും. റബ്ബറിന്റെ വിലസ്ഥിരത അടക്കമുള്ള പ്രശ്നങ്ങൾ മോൻസ് ജോസഫ് ആകും അടിയന്തര പ്രമേയ നോട്ടീസായി സഭയിൽ കൊണ്ടുവരിക. VV വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഇന്ന് സഭയിൽ
എന്തൊക്കെ വിഷയങ്ങൾ ഉന്നയിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ.സി. വേണുഗോപാൽ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. ആലപ്പുഴയിൽ നിന്ന് അദ്ദേഹം മത്സരിക്കണമെന്ന് പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കും ആഗ്രഹമുണ്ട്. കോൺഗ്രസിന്റെ ദേശീയ നേതാവ് ആയതിനാൽ നേതാക്കൾ ഇത് പരസ്യമാക്കുന്നില്ല എന്നും കൊടിക്കുന്നിൽ പറഞ്ഞു. കെ.സി. വേണുഗോപാൽ യഥാർത്ഥത്തിൽ ദേശീയ തലത്തിൽ തിളങ്ങി നിൽക്കുമ്പോൾ അദ്ദേഹം കേരളത്തിലൂടെ വന്നാൽ, ഇത്തവണ മത്സരിക്കാൻ വന്നാൽ കേരളത്തിൽ ഒരു ഊർജ്ജം കിട്ടില്ലേ? UDF-ന് ഒന്നുകൂടെ സാധ്യത വർദ്ധിപ്പിക്കില്ലേ? അങ്ങനെ ചിന്തിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാൽ മത്സരിക്കുന്നത് പാർട്ടിയുടെ വിജയസാധ്യതയ്ക്ക് ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി കെ.സി. വേണുഗോപാൽ എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. പക്ഷേ വിലയിരുത്തൽ അങ്ങനെയാണെങ്കിൽ പോലും അതിൽ തീരുമാനമെടുക്കേണ്ടത് കെ.സി. വേണുഗോപാലും പാർട്ടി ദേശീയ നേതൃത്വമാണ്. അവിടുത്തെ വോട്ടർമാരുടെ ഇടയിൽ കെ.സി. വരണം എന്നുള്ള അഭിപ്രായമുള്ളതായിട്ട് എനിക്കറിയാം. പിന്നെ സാധാരണ പ്രവർത്തകർക്കും ഒക്കെ താഴത്തുള്ള പ്രവർത്തകർക്കും കെ.സി. വരെ മത്സരിക്കുന്നതിനോട് താല്പര്യമാണ്. പക്ഷേ അദ്ദേഹം ഇത്രയും വലിയൊരു ഉന്നതമായ പദവിയിൽ ഇരിക്കുന്നതുകൊണ്ട് ആരും അദ്ദേഹത്തിന് വരാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അത് ഇവിടുത്തെ താഴത്തുള്ള പ്രവർത്തകരുടെ തീരുമാനമല്ലല്ലോ അന്തിമമായി വരേണ്ടത്. അതുകൊണ്ട് ആരും അങ്ങനെ ഓപ്പണായി പറയുന്നില്ലെന്നേ ഉള്ളൂ. KPCC അധ്യക്ഷനാകാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ കടുത്ത സൈബർ ആക്രമണം നേരിട്ടുവെന്ന് കൊടിക്കുന്നിൽ. ഇക്കാര്യത്തിൽ ഇനി അഭിപ്രായം പറയാൻ പേടിയാണ് എന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. അല്ല, ഞാനിപ്പോൾ ഇതിനായിട്ട് സൈബർ ആക്രമണങ്ങൾ ഒരുപാട് വരും. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ സൈബർ ആക്രമണം പലപ്പോഴും പല ചാനലുകളിൽ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ മറുപടി പറഞ്ഞപ്പോൾ എന്നെ ഒരു തരത്തിലും നമുക്ക് വിശ്വസിക്കാനാവാത്ത തരത്തിലുള്ള ആക്ഷേപങ്ങളും അതുപോലെ തന്നെ തെറി അഭിഷേകം വരെ ഈ സോഷ്യൽ മീഡിയയിലുണ്ടായി. നിങ്ങൾ ചോദിക്കും KPCC പ്രസിഡന്റ് ആകാൻ ആഗ്രഹമുണ്ടോ, ആകേണ്ടതല്ലേ? ആഗ്രഹമുണ്ട്, പക്ഷേ ആയില്ല എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ ഒരുപക്ഷെ ഒരിക്കലും നമുക്ക് അപ്പം ഞാനിപ്പോൾ ഇതൊക്കെ താങ്കളോട് പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ അടിയിൽ ഇപ്പോൾ വരാൻ പോകുന്ന, അല്ലെങ്കിൽ ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ വരാൻ പോകുന്ന പ്രതികരണങ്ങൾ അതൊരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള മോശമായ പ്രതികരണങ്ങളാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിൽ നേരത്തെ അഭിപ്രായം പറഞ്ഞപ്പോൾ ഉണ്ടായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം കാര്യങ്ങൾ, ഇത്തരം ചർച്ചകൾ തുറന്നു പറയുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. തന്നേക്കാൾ ജൂനിയർ ആയവർക്ക് പാർട്ടിയിൽ വലിയ പദവികൾ കിട്ടിയിട്ടുണ്ട് എന്ന് കൊടിക്കുന്നിൽ സുരേഷ്. ആദ്യമായി ജയിച്ചവർക്ക് പോലും മന്ത്രിസ്ഥാനം കിട്ടി. ജാതിമത സമവാക്യം പാലിക്കേണ്ടി വന്നതുകൊണ്ടാകാം ഒഴിവാക്കപ്പെട്ടത്. തുടർച്ചയായി അവഗണിക്കപ്പെടുന്നത് കണ്ട് സോണിയാഗാന്ധി പ്രത്യേക താല്പര്യമെടുത്താണ് രണ്ടാം UPA സർക്കാരിന്റെ അവസാന കാലത്ത് മന്ത്രിയാക്കിയത്. പരാതി പറഞ്ഞ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാനില്ല എന്നും കൊടിക്കുന്നിൽ വ്യക്തമാക്കി. ഞാൻ 1989 MB ആയി അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഞാൻ രണ്ടാം UPA ഗവൺമെൻറ്റിൽ അവസാനത്തെ 1.5 വർഷം ഞാൻ മന്ത്രിയാവുന്നത്. പക്ഷേ എനിക്ക് ശേഷം വന്ന പലരും എനിക്ക് മുമ്പേ മന്ത്രിയാകുകയും പാർട്ടിയിൽ വർക്കിംഗ് കമ്മിറ്റിയിലും ജനറൽ സെക്രട്ടറി, AICC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പല പദവികളിലും, PCC അധ്യക്ഷന്മാരായിട്ടൊക്കെ പല പദവികളിലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വന്നിട്ട് ഞാനന്ന് മന്ത്രിയാകാൻ എന്നെ പരിഗണിച്ചപ്പോൾ അവിടുന്ന് AK ആന്റണി മന്ത്രിയായി, വയലാർ രവി ഇവിടെ കേരളത്തിൽ AK ആന്റണി മന്ത്രിയായി, വയലാർ രവി മന്ത്രിയായി, മുല്ലപ്പള്ളിയായി, ശശി തരൂരായി, KV തോമസായി, പിന്നെ E അഹമ്മദ് ലീഗിൽ നിന്നായി, ഇങ്ങനെ ഒരു വലിയ നിര വന്നപ്പോൾ സ്വാഭാവികമായും അവിടെ ഞാൻ ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ അവസാന ഘട്ടത്തിൽ സോണിയാജിക്ക് തോന്നി സുരേഷിനെ മാറ്റി നിർത്തുന്നത് ശരിയില്ല, ഒരു അവസാനമെങ്കിലും ഒരു ചാൻസ് കൊടുക്കണം എന്ന് മാഡത്തിന് തോന്നിയത് കൊണ്ടാണ്, സോണിയാജിക്ക് തോന്നിയത് കൊണ്ടാണ് അവസാനം ഒരു 1.5 വർഷം മന്ത്രിസഭാ പുനഃസംഘടനയിൽ എനിക്ക് മന്ത്രിയാകാൻ അവസരം ലഭിച്ചത്. അതുകൊണ്ട് ഒരു പരിഭവം എനിക്കുണ്ടായില്ല, ഒരു പരാതിയും ഞാൻ സോണിയാജിയോടോ അല്ലെങ്കിൽ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്ജിയോടോ ഒന്നും പറഞ്ഞില്ല. അതുപോലെ പാർട്ടിയിൽ പലതരത്തിലുള്ള പുനഃസംഘടനകൾ നടക്കുമ്പോൾ ജൂനിയറായ പല ആളുകളും PC അധ്യക്ഷന്മാരായിട്ടുണ്ട്, അതുപോലെ വർക്കിംഗ് കമ്മിറ്റിയിൽ വന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ പല പദവികളിലും വന്നിട്ടുണ്ട്. പക്ഷേ അതെപ്പോഴും ഞാനൊരു പരാതിയോ പരിഭവമോ ഒന്നും നേതൃത്വത്തിൽ പറഞ്ഞില്ല. എന്നെ ഒഴിവാക്കി, എന്നെ മാറ്റി നിർത്തി, എനിക്ക് അവസരം തന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. മോൻസ് ജോസഫ് ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലെ പ്രതികരണങ്ങൾക്കെതിരെ കേരള കോൺഗ്രസ് MLA ജോബ് മൈക്കിൾ
ജോസഫ് വിഭാഗത്തിന്റെ ജാള്യത മറയ്ക്കാനാണ് ജോസ് കെ മാണിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് എന്ന് ജോബ് മൈക്കിൾ പറഞ്ഞു. ജോസ് കെ മാണി വിഭാഗത്തെ UDF നിന്ന് പുറത്താക്കിയതിന്റെ പാപഭാരം കൊണ്ടാണ് പുതിയ പ്രതികരണങ്ങൾ. മോൻസ് ജോസഫ് മന്ത്രിയായതും ആദ്യമായി MLA ആയതുമെല്ലാം LDF പാളയത്തിൽ നിന്നാണ്. അങ്ങനെയുള്ള മോൻസ് UDFന്റെ അപ്പോസ്തലൻ ആകാൻ ശ്രമിക്കേണ്ട. കോട്ടയം സീറ്റിൽ തോമസ് ചാഴിക്കാടൻ തന്നെ മത്സരിക്കും. മറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒറ്റപ്പെട്ടതാണ് എന്നും ജോബ് മൈക്കിൾ ന്യൂസ് 18 പറഞ്ഞു. കേരള കോൺഗ്രസ് എമ്മിനെ UDF നിന്ന് പുറത്താക്കാൻ വലിയ ഗൂഢാലോചന നടന്നു. അതിന്റെ പാപഭാരമായിട്ടാണ് ഇങ്ങനെയുള്ള ആളുകൾ പ്രസ്താവനയുമായിട്ട് രംഗത്ത്. ഈ മോൻസ് MLA ആയത് 1996 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണ്. 19 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടെ നിന്ന് ഇവിടെ മത്സരിക്കുകയും MLA ആകുകയും മന്ത്രിയാകുകയും ചെയ്ത ആളാണ് മോൻസ്. ജോസഫ് ഗ്രൂപ്പിലല്ലേ ഇപ്പോൾ ഒത്തിരി സ്ഥാനാർത്ഥികൾ അവരുടെ ജില്ലാ പ്രസിഡന്റ് ബാക്കി ഭാരവാഹികളെല്ലാം PC തോമസ് ഉൾപ്പെടെയുള്ള രംഗത്ത് വന്നിരിക്കുകയല്ലേ. ആ ജാള്യത മറയ്ക്കാൻ വേണ്ടിയാണ് അവര് ഞങ്ങൾക്കെതിരെ ഇങ്ങനെയുള്ള ദുഷ്ടലാക്കോട് കൂടിയുള്ള കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്നത്. ഇവിടെ സ്ഥാനാർത്ഥി സിറ്റിംഗ് MP തോമസ് ചാഴിക്കാടനാണ്. ജോസ് കെ മാണി ഓൾറെഡി ഇപ്പം MP ആണ്. അപ്പോൾ അദ്ദേഹത്തിന് വേറെ MP സ്ഥാനത്തിന് ഇപ്പം ആവശ്യമില്ല. പാർട്ടി ഇതെല്ലാം കറക്റ്റായിട്ട് ഒരു സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടെന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. തോമസ് ചാഴിക്കാടനെതിരെ വിമർശനം ഉന്നയിച്ച മുതിർന്ന അംഗം പ്രൊഫസർ PM മാത്യുവിനെതിരെ പാർട്ടിയിൽ അമർഷം പുകയുന്നു. ജോസഫ് ഗ്രൂപ്പിന് അനുകൂലമാണ് മാത്യുവിന്റെ നിലപാടെന്നാണ് ആരോപണം. മാത്യുവിനെതിരെ നടപടി വേണമെന്നും ആവശ്യമുണ്ട്. ഉന്നതാധികാര സമിതി അംഗം PM മാത്യു കഴിഞ്ഞ ദിവസം ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലാണ് തോമസ് ചാഴിക്കാടന് കോട്ടയം സീറ്റിൽ വിജയസാധ്യത ഇല്ല എന്ന് പറഞ്ഞത്. ജോസ് കെ മാണി മത്സരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. KM മാണിയെ പോലെ ഇപ്പോഴത്തെ പാർട്ടി നേതൃത്വം വേണ്ട പോലെ പ്രതികരിക്കുന്നില്ലെന്നും നേരത്തെ PM മാത്യു പറഞ്ഞിരുന്നു. ഇതോടെയാണ് മാത്യുവിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നത്. തന്നെ രാഷ്ട്രീയമായി സംരക്ഷിക്കുകയോ അഭയം നൽകുന്നവരെയോ ഒക്കെ അവഹേളിക്കാൻ വേണ്ടിയും പുലഭ്യം പറയാൻ വേണ്ടിയും കാലാകാലങ്ങളായി നാക്ക് വാടകയ്ക്ക് കൊടുത്ത് കഴിയുന്ന ഒരാളാണ് PM മാത്യു. അദ്ദേഹം ഇപ്പോൾ നാക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് ശ്രീ PJ ജോസഫിനാണ്. അതാണ് അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇടതുപക്ഷ മുന്നണിയെയും കേരള കോൺഗ്രസ് പാർട്ടിയെയും ഒക്കെ ബാധിക്കുന്ന രീതിയിലുള്ള പരസ്പര ബന്ധമില്ലാത്ത പ്രസ്താവന നടത്തുന്നത്. അദ്ദേഹം മിസ് കോൾ അടിച്ച് പാർട്ടിയുടെ ഹൈ പവർ കമ്മിറ്റി മെമ്പറായിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പാർട്ടിയുടെ അഭിപ്രായം പറയുന്ന എന്നെയും ചുമതലപ്പെടുത്തിയിട്ടില്ല, PM മാത്യുവിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ പാർട്ടിയിൽ ഏതെങ്കിലും സ്ഥാനത്തുണ്ടെങ്കിൽ അദ്ദേഹത്തെ അടിയന്തരമായി പുറത്താക്കി ചാണകവെള്ളം തളിക്കണം എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം. PM മാത്യുവിനെ നേരിൽ കണ്ട് ചർച്ച ചെയ്ത് പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെ പാർട്ടിയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകുന്നത് നല്ലതല്ല എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും മാത്യുവിനെതിരെ എന്ത് നടപടി ജോസ് കെ മാണി സ്വീകരിക്കുമെന്നാണ് കാത്തിരുന്നു കാണേണ്ടത്. ന്യൂസ് 18 കോട്ടയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള UDF ഉഭയകക്ഷി ചർച്ചകൾ തുടരുകയാണ്. ഇന്ന് ലീഗ് നേതൃത്വവുമായി UDF നേതാക്കൾ ചർച്ച നടത്തും. ഒരു സീറ്റ് അധികമായി വേണമെന്ന നിലപാടിലാണ് ലീഗ്. KPCC അധ്യക്ഷൻ K സുധാകരൻ, UDF കൺവീനർ M ഹസൻ തുടങ്ങിയ നേതാക്കൾ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കും. നിയമസഭ നടക്കുന്നതിനാൽ വൈകുന്നേരമാണ് UDF ഉഭയകക്ഷി ചർച്ച നടക്കുക. ഇടവേള. ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് PG മനു പോലീസിൽ കീഴടങ്ങി. പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ എത്തിയാണ് കീഴടങ്ങിയത്. സുപ്രീം കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് കീഴടങ്ങൽ. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, സുപ്രീം കോടതി തന്നെ ആദ്യം കീഴടങ്ങൂ എന്ന് നിർദ്ദേശിച്ചിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ ഈ കീഴടങ്ങൽ? ഇനി എന്തെല്ലാമാണ് മറ്റ് നടപടികൾ? അഭിലാഷ, ഹൈക്കോടതിയും സുപ്രീം കോടതിയും ജാമ്യാപേക്ഷ ഒരേപോലെ നിരാകരിച്ചൊരു സാഹചര്യം. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പിറ്റേന്ന് തന്നെ ഇപ്പോൾ പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിലെത്തി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അവിടെയാണ് പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ മുൻ ഗവൺമെന്റ് പ്ലീഡറായ PG മാനു ഇവിടെ ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത്. ഇതിന്റെ പ്രൊസീജിയർ ഇന്ന് ചോദ്യം ചെയ്ത ശേഷം ഇതിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കുകയും ചെയ്യുക എന്നതാണ്. അതിജീവിതയെ പീഡിപ്പിച്ച കേസിൽ ഇതിൽ ആദ്യഘട്ടത്തിൽ മനു പറഞ്ഞിരുന്നത് തനിക്കെതിരെ ചിലർ പ്രൊഫഷണൽ രംഗത്തെ ചിലർ വൈരാഗ്യം തീർക്കുന്നു, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരാതി, ഇത് കള്ള പരാതിയാണ് എന്നതടക്കമുള്ള വാദമുഖങ്ങൾ ഇയാൾ പല ഘട്ടത്തിലും തന്നെ വിചാരണ ഈ ഹർജി മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോഴെല്ലാം
തന്നെ ഉയർത്തിയിരുന്നു. പക്ഷേ കോടതി അതല്ല പരിഗണിച്ചത്. അതിജീവിതയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് കോടതി ഇക്കാര്യങ്ങൾ പരിഗണിച്ചത്. പ്രത്യേകിച്ച് അതിജീവിതയുടെ പരാതിക്കൊപ്പം നൽകിയിരിക്കുന്ന വിശദാംശങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കേസിൽ ഇരയാക്കപ്പെട്ട യുവതി അതിൽ നിയമോപദേശം തേടുന്നതിനടക്കമാണ് പി ജി മനുവിനെ, അന്ന് ഗവൺമെന്റ് പ്ലീഡറായിരുന്നു പി ജി മനുവിനെ ചെന്ന് കണ്ടതും പിന്നീട് ഇവർക്ക് ഈ ഒരു അനുഭവം ഉണ്ടാവുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയാണ് പിന്നീട് പല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് വ്യാജമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചത്. പക്ഷേ കോടതി ഇത് പരിഗണിച്ചില്ല. ഇതിനെ തുടർന്ന് കീഴടങ്ങാൻ നിർദ്ദേശം അടക്കം നൽകുകയായിരുന്നു. ഇന്ന് ഇപ്പോൾ പുത്തൻകുരിശ് പോലീസിന് മുമ്പാകെ കീഴടങ്ങിയിരിക്കുന്നു. നേരത്തെ പരാതി ലഭിച്ചപ്പോൾ തന്നെ ഒരു പ്രത്യേക ടീമിനെ തന്നെ ഇയാളെ പിടികൂടുന്നതിനടക്കം മറ്റ് നടപടികളിലേക്ക് കടക്കുന്നതിന് പോലീസ് ഉദ്യോഗസ്ഥർ ചുമതലപ്പെടുത്തിയിരുന്നു. പുത്തൻകുരിശ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം രൂപീകരിച്ചു. പിന്നീട് ലുക്കൌട്ട് നോട്ടീസ് അടക്കം പി ജി മനുവിന് വേണ്ടി പുറപ്പെടുവിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കേസിന്റെ തുടക്കത്തിൽ തന്നെ അഡ്വക്കേറ്റ് ജനറൽ ഇയാളിൽ നിന്ന് ഗവൺമെന്റ് പ്ലീഡർ എന്ന സ്ഥാനം അത് രാജിവെക്കാനായിട്ട് ആവശ്യപ്പെടുകയും രാജി എഴുതി വാങ്ങിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇനി പോലീസിൽ കീഴടങ്ങി ഇത് മറ്റ് തുടർ നടപടികളിൽ അടക്കം ഇനി വൈകാതെ ഉണ്ടാകും. അഭിലാഷ്, മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അങ്കമാലി മൂക്കന്നൂർ കൂട്ടക്കൊലക്കേസിൽ വിധി ഇന്ന്. പ്രതി ബാബു കുറ്റക്കാരൻ എന്ന് കോടതി കണ്ടെത്തിയിരുന്നു. കൊലപാതക ശ്രമവും അടക്കമുള്ള കുറ്റങ്ങൾ തെളിഞ്ഞിട്ടുണ്ട്. ബാബുവിന്റെ സഹോദരൻ ശിവൻ, ഇയാളുടെ ഭാര്യ വത്സല, ഇവരുടെ മകൾ സ്മിത എന്നിവരെ സ്വത്ത് തർക്കത്തെ തുടർന്ന് വെട്ടിക്കൊലപ്പെടുത്തി എന്നാണ് കേസ്. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഏറ്റവും ഉയർന്ന ശിക്ഷ തന്നെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? അഭിലാഷ, ഈ കേസിൽ പരമാവധി ശിക്ഷ നൽകണമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയും ഇക്കാര്യത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കൊലപാതകം, അതോടൊപ്പം തന്നെ ഇയാളുടെ മറ്റു സഹോദരങ്ങളെ അടക്കം ആക്രമിച്ചിരുന്നു. ഇതെല്ലാം തന്നെ കൊലപാതക ശ്രമങ്ങളും എല്ലാം തന്നെ തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രതി കുറ്റം ചെയ്തിരിക്കുന്നുവെന്ന കോടതിക്ക് ഉറച്ച ബോധ്യമുണ്ടായെന്ന് കോടതി പറഞ്ഞിരുന്നു. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായ രീതിയിൽ തന്നെ കേസ് വിചാരണ ചെയ്യപ്പെട്ടിരിക്കുന്നു. തെളിവുകളും സാക്ഷികളും എല്ലാം തന്നെ ഇയാൾക്ക് എല്ലാം തന്നെ എതിരാണ്. അതുകൊണ്ട് പരമാവധി ശിക്ഷ വേണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. തിരിച്ച് പ്രതിഭാഗത്തു നിന്നുള്ള അപേക്ഷ, പ്രതി ഇതിനു മുൻപ് കുറ്റം ചെയ്തിട്ടില്ല, അതോടൊപ്പം തന്നെ ഈ നല്ല നടപ്പ് പരിഗണിക്കുക വിചാരണ കാലയളവിൽ, ഇത്തരം വാദങ്ങൾ മാത്രമേ പ്രതിഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളൂ. സ്വാഭാവികമായും കടുത്ത ശിക്ഷ നൽകണം എന്ന വാദത്തിൽ തന്നെയാണ് പ്രോസിക്യൂഷൻ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത്. അത് കോടതി ഇന്ന് ഉച്ചയോടുകൂടി പരിഗണിക്കുമെന്നാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. കോടതി വിധി വരേണ്ടിയിരിക്കുന്നു. ഇതിൽ 2018 സംഭവം നടക്കുമ്പോൾ വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെട്ട കേസാണ്. സ്വത്ത് തർക്കത്തെ തുടർന്നാണ് സഹോദരനെയും ഭാര്യയും അവരുടെ മകളെയും എല്ലാം തന്നെ ഇയാൾ വെട്ടി കൊലപ്പെടുത്തുന്നത്. സഹോദരന്റെ മകളുടെ 2 കുട്ടികൾക്കും ഈ ആക്രമണത്തിൽ പരിക്കേറ്റത്. അങ്ങനെ വലിയ ഭീകരാന്തരീക്ഷം ആ സമയത്ത് സൃഷ്ടിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. പ്രതിയുടെ നല്ല നടപ്പ് പരിഗണിച്ചുകൊണ്ട് ശിക്ഷ കുറയ്ക്കണം എന്ന ആവശ്യമാണ് പ്രതിഭാഗം ഉന്നയിച്ചിട്ടുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ഡാനി ഇപ്പോൾ നൽകിയത്. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.